ഗുഡ് മോർണിംഗ്. ഇന്ന് ഡിസംബർ 31 മോർണിംഗ് ആട്ടോ. ശരിക്കും ഈ വീഡിയോ ഞാൻ ഒത്തിരി ലേറ്റായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഞാൻ തീരെ ഓക്കെ അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഒന്നിനും ഒരു മൂഡും ഉണ്ടായില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ഫ്രഷായി വന്നപ്പോൾ ഹെയറൊക്കെ ഒന്ന് ടൈ ചെയ്ത് വെക്കാമെന്ന് കരുതി. നിങ്ങൾ വിചാരിക്കും ഞാൻ എവിടെയോ പോകുമെന്ന്. എന്നാലല്ല, ഇന്നലെ ഫുൾ ഡേ ബ്ലാങ്ക് ആയിരുന്നതുകൊണ്ട് തന്നെ ഇന്ന് ഹാപ്പി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. എന്തായാലും നെയിൽ പോളിഷ് കൂടെ ഒന്ന് ഇട്ടേക്കാമെന്ന് കരുതി. അവിടെ മടി മെയിൻ ആയതുകൊണ്ട് തന്നെ മുന്നത്തെ റിമൂവ് ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ. മേലെ കൂടി തന്നെ ഇട്ടു. അപ്പോൾ സെൽഫ് കെയർ ഒക്കെ ചെയ്ത് ഒന്ന് ഹാപ്പി മൈൻഡായപ്പോൾ പിന്നെ എന്താ ചെയ്യാമെന്നായി. ഇന്ന് സെഡാകാൻ വിട്ടു കൊടുക്കില്ല എന്ന് ഞാനൊന്ന് നേരത്തെ തീരുമാനിച്ചിട്ടാണ് ഞാൻ എഴുന്നേറ്റ. അങ്ങനെ അങ്ങ് വിട്ടു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എനിക്ക് എൻ്റെ തോട്ട്സൊക്കെ എഴുതി വെക്കുന്നൊരു ശീലമുണ്ട്. ഹാപ്പിനെസ് ആണെങ്കിലും വിഷമമാണെങ്കിലും ഒക്കെ ഞാൻ എഴുതി വെക്കും. 2025 ലാസ്റ്റ് തോട്ട്സും എഴുതിയേക്കാമെന്ന് ഞാൻ കരുതി. എന്നെ ജഡ്ജ് ചെയ്യാതെ എനിക്ക് എന്തോ എഴുതാൻ പറ്റുന്ന എൻ്റെ കംഫർട്ട് സ്പേസ് ആട്ടോ ഇത്. സോ 2026 ഹാപ്പി സ്റ്റാർട്ട് ചെയ്യാൻ മൈൻഡിലുള്ളതെല്ലാം എഴുതി ഞാൻ ഓക്കെ. അത് കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ ഓർത്തേ, പ്രീവിയസ് ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു ഫ്രാങ്കസ്റ്റൈൻ മൂവി നീ കാണുന്ന അടിപൊളിയാണെന്ന്. അത്ര സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ കണ്ടു, നിങ്ങൾ കണ്ടിട്ടില്ലേ? പോയി കണ്ടു നോക്കിക്കോ. ഇതിനിടയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ കുക്ക് ചെയ്യാനുള്ളത് കൊണ്ട് വൈറ്റ് റൈസൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാ വെറുതെ അല്ലേ. ഞാൻ പുറത്തേക്ക് ചെന്നപ്പോഴേക്ക് ദിയാശി ഓണിയനൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈവൻ തക്കാളിയുടെ ഔട്ടർ സ്കിൻ കളഞ്ഞിട്ടാട്ടോ യൂസ് ചെയ്യാറ്. നിങ്ങളറിയാലോ അങ്ങനെ ഉണ്ടോ, കളഞ്ഞിട്ട് ഔട്ടർ സ്കിൻ കളയാൻ നിൽക്കുക. പിന്നെ നൈറ്റിലേക്കും നാളത്തേക്കും കൂടിയുള്ള കുക്കിംഗ് ആയിരുന്നു. ഇന്നത്തെ കുക്കിംഗ് പരിപാടി ആശയുടെ ആയിരുന്നതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ചെറിയ ഹെൽപ്പിംഗ് ഒക്കെ ആയിരുന്നു. എന്തോ എനിക്കപ്പോൾ ഒരു ചായ കുടിച്ചാലോ എന്ന് തോന്നി. നാട്ടിലാണെങ്കിൽ അപ്പോൾ പോയെന്നല്ല പുറത്തേക്ക്. ഇന്ന് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടോ ചായ, ടിമ്മി പോകണ്ടെന്ന് വെച്ചു. ചായയുടെ കൂടെ കഴിക്കാൻ നെയ്മ് അറിയാത്ത എന്തോ ഒരു ഡിഷും ആശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് നൈസായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ ഡിഷ് കഴിക്കുന്നത്. ബട്ട് നൈസായിരുന്നു കേട്ടോ. നല്ല സ്പൈസി ആയിരുന്നു. എനിക്ക് പൊതുവേ സ്പൈസി ഫുഡ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. 8 മണിക്കായിരുന്നു കേട്ടോ നമ്മൾ ചായ കുടിച്ച കൂടെ ഇതും കൂടി കഴിച്ചപ്പോൾ സ്റ്റൊമക്ക് ഫുൾ. അപ്പോൾ ഞാൻ പോയി കിടന്നിട്ട് 12 മണിക്ക് എഴുന്നേക്കാം. ഗുഡ് നൈറ്റ്.